ഇനിയിപ്പോൾ ഈ തിന്നണേൻ്റെ പിന്നിൽ ഈ പാമ്പാണാവോ അതും അറിയില്ല. ഈ സുന്ദരി ചീരയാകുമ്പോൾ നമ്മൾ കുറേ വട്ടമായിട്ട് ഇങ്ങനെ ഇട്ടാ. ഇപ്പം എന്നിട്ടാണെങ്കിൽ ഞാൻ പിങ്ക് എന്ത് രസം നോക്കിയുണ്ടോ. അമ്മയുടെ ചുണ്ടിരി അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ. നമ്മുടെ പയർ പൊട്ടിക്കാറായിട്ടുണ്ട്. അപ്പോൾ രാവിലെ കഞ്ഞിക്ക് നല്ല ഫ്രഷ് പയർ പൊട്ടിച്ച് വയ്ക്കാമെന്ന് വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. നമ്മുടെ ഈ പറമ്പിലേക്ക് കണ്ടത് നല്ല വൈകിട്ട് പയറ കണ്ട. അപ്പോൾ നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം. അപ്പോൾ നമ്മുടെ ഈ വൈകിട്ട് പയറുമ്പോൾ എന്താ പറയുക, നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു സൈസ് പയറാട്ടാ. ഈ 2 ചെണ്ട വെച്ചിട്ടാണ് ഒരു ഇതുമേ ഉണ്ടാവുക. പിന്നെ ഇപ്പുറത്തല്ല ഈ ഒരു പയറുമ്പോൾ ഉണ്ടാവുക തുടങ്ങണുള്ളൂ കേട്ടോ. ചെറുതായിട്ട് പൂവും കായൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഈ ഒരു തറത്തിൽ വെച്ചിട്ടുള്ള പയറുമ്മ. പിന്നെ നമ്മുടെ ഈ തെങ്ങിൻ്റെ കിടക്കിൽ പച്ച കുറ്റിപ്പയർ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് പുല്ലൊക്കെ വന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പണ്ടായിരുന്നു. പുല്ല് വന്ന കാരണം ഞാൻ പുല്ല് പറിച്ച് കളഞ്ഞില്ല. അതുമൊക്കെ ആകെ ചുറ്റി പിടച്ചിട്ടാണ് കിടക്കുന്നത് പയർ. അതും നല്ലൊരു സൈസ് നല്ല പയറാട്ടാ കേട്ടോ. അതൊക്കെ ഈ 2 ചെണ്ട വെച്ചിട്ടുണ്ടാവണം. ഞാൻ പറഞ്ഞില്ലേ പച്ചപ്പയർ അതിലും കണ്ടു. വയലറ്റ് പയറും ഇതേപോലെ ഈ 2 ചെണ്ട വെച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ പൊട്ടിക്കുമ്പോൾ കാട്ടിയത് കേട്ടോ. അപ്പോൾ ഉള്ളത് കുറച്ച് പൊട്ടിച്ചെടുക്കട്ടെ. രാവിലെ കഞ്ഞിക്കുള്ളത് മാത്രമായിട്ട് ഇപ്പോൾ പൊട്ടിച്ചെടുക്കണുള്ളൂ. പിന്നെ വന്നിട്ട് പിന്നെ ആയപോലെ പൊട്ടിക്കുള്ളൂ. നമ്മുടെ പുല്ലിൻ്റെ ഉള്ളിലായി കേട്ടനെ ഇങ്ങനെ വാഞ്ഞു നോക്കണം പയർ നിൽക്കണത്. നോക്കിയേ എന്ത് രസമാണ് പയർ കാണാനായിട്ട്. പിന്നെ നോക്കിയേ ഇത് വേണ്ടോ, ഇതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഒക്കെ ഇത് പൊട്ടിക്കാറാവട്ടെ. നിറച്ചുണ്ടാവുന്നുണ്ട്. നല്ലൊരു പച്ച കുറ്റിപ്പയറായിരുന്നു ഇത്. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ വയലറ്റ് കുറ്റിപ്പയറുമ്പോൾ കുറച്ച് അത് പച്ചയും വയലറ്റ് പയറും കൂടി ഇട്ട് കറി വെക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് കാണാനായാലും കഴിക്കാനായാലും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രാവിലേക്കുള്ള കുറച്ച് പൊട്ടിക്കണമല്ലോ. അപ്പോൾ ഇതിലത്തെ ഒരു കുറച്ച് ഇത്രയും മതി. അപ്പോൾ ഇത് രണ്ടും കൂടി കലർത്തി വെക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി. ഇങ്ങനെ കാണുമ്പോൾ തന്നെ കണ്ടോ ഇതേപോലെ. അപ്പോൾ ഇനി നമുക്ക് വേഗം പോവാം. പക്ഷേ ഞാൻ വരുമ്പോൾ തന്നെ വേറെ ആൾ കൂടിയും കണ്ടു. നമ്മുടെ ഒരു കായക്കൊല പഴുത്ത് നിൽക്കുന്നുണ്ട്, പൂവൻ കൊല. അപ്പോൾ അതും കൂടി വെട്ടിയിട്ടാട്ടോ പോണത്. നമ്മുടെ നോക്കിയേ കുക്കമ്പർ കണ്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കെട്ടി കൊടുത്തത് എന്ത് രസമായിട്ട് കയറി പോടെ. താഴത്തുള്ളത് ഇങ്ങനെ വയ്ക്കാം. ഒന്നും ചെയ്യാൻ പറ്റില്ല. താഴത്തുണ്ടാവണത് മണ്ണിൽ എന്നെ മുട്ടി കിടക്കണം. നമ്മുടെ ഉള്ളിൻ താഴത്തിൽ കുറച്ച് പുല്ലായിട്ടുണ്ട്. ഇന്നതൊക്കെ വലിക്കണം എനിക്ക് വന്നിട്ട്. കൈ കൊണ്ട് പിടിക്കാറാകുമ്പോഴല്ലേ പുല്ല് വലിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നോക്കി ഇവിടെ മുളകും ചീരയും കൂടി ഇടകലർത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് രണ്ടിനും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും നല്ല വളർച്ചയാണ് കിട്ടുക. അപ്പം നമ്മുടെ പൂവൻകൊല കായക്കൊല എന്തായാലും ഈ കായക്കൊല വെട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒന്നാമത് പന്തലിൻ്റെ ഇടയിലൊക്കെ ആയിട്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഷായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഷായിട്ടൊന്നും തന്നെ എനിക്ക് വെട്ടിത്തരും. പന്തലിൻ്റെ ഉള്ളിലേക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഷായിട്ടാ. ആ
നമ്മുടെ പേളിക്കുട്ടീൻ്റെ ഇട്ട ഷർട്ട് അടിയിൽ ഷർട്ടിൻ്റെ കാലിൻ്റെ അടുത്ത് ഇട്ടതായിരിക്കും ആള്. പേളിക്കുട്ടി ഇങ്ങനെ നീങ്ങി പോരെ. എന്തായാലും നമ്മുടെ കോഴികൾക്ക് 2 ദിവസം കഴിക്കാനുള്ള പിണ്ടിയും ചെയ്തില്ല ഷേട്ടാ. അത് കളഞ്ഞ ഷേട്ടാ. പേളിക്കുട്ടിയെ നിന്റെ അടുത്ത് എന്തിരിക്കണെന്ന് എനിക്ക് കായക്കൂല. ചായട്ട് വരുമ്പോ കായ കൊണ്ടുവരാണോ അതോ ഞാൻ കൊണ്ടുപോണാ? അപ്പൊ ഞാൻ പോട്ടെ. ഞാനുണ്ടല്ലോ എന്ത് ചെയ്താൽ നമ്മുടെ പയർ നന്നാക്കണം കേട്ടാ. നമ്മുടെ പയർ നമ്മൾ അരിയൊന്നുമില്ല, കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കുള്ളൂ. നല്ല സുഖമായിട്ട് നന്നാക്കി എടുക്കാനായിട്ട്. പിന്നെ ഞാൻ വേറൊരു സാധനം കൂടി വെക്കുന്നുണ്ട് കേട്ടാ. എന്നിട്ടെന്നറിയോ, മുരിങ്ങപ്പൂവ്. അപ്പോൾ അതായത് ഇന്നലെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ എന്താ പറയുക വലിയൊരു മുരിങ്ങയാണ്. അപ്പോൾ അത് ഇലക്ട്രിസിറ്റിക്കാർ വന്നിട്ട് കുറേ കൊമ്പുകളൊക്കെ ഒടിച്ച് ഇട്ടു. കാരണം കരണ്ടിൻ്റെ വയറ് പോകണ്ടായിരുന്നു അതുമിക്കുള്ളത്. അപ്പോൾ അമ്മ അതിൽ നിന്ന് കുറേ മുരിങ്ങപ്പൂവ് ഉരിഞ്ഞ് എനിക്ക് തന്നു വിട്ടതാ. അപ്പോൾ ഇത് വയ്ക്കണം. ഉള്ളി, വെളുത്തുള്ളി, വേപ്പില, കുത്തിപ്പൊടി മുളകൊക്കെ ഇട്ടിട്ട് ഇതാ മൂത്ത് വന്നപ്പോൾ പയർ മെഴുക്ക് പുഴുക്കായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. വെള്ളമൊന്നും നമ്മൾ ഒഴിക്കില്ല. നമ്മൾ പയറൊന്ന് കഴുകിയെടുക്കുമ്പോൾ അതിലൊരു തുണ്ട് വെള്ളം ഉണ്ടാവല്ലോ, അത്രയും വെള്ളമായിട്ട് ഒഴിക്കണുള്ളൂ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് തീ കുറച്ച് ഒന്ന് മൂടി വയ്ക്കാം. നമുക്കിടല മുരിങ്ങപ്പൂവിലേക്കുള്ള എന്താ പറയുക മുട്ടയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാ 2 മുട്ട നമുക്ക് ഉടച്ച് വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് ഇതാ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണയേക്കാളും ഇട്ട് കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതാ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇത്തിരി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില നമ്മളിതാ കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ചി നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ കോഴിമുട്ട ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ മുരിങ്ങപ്പൂവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ മുരിങ്ങപ്പൂ വെച്ചിട്ടുള്ളത്. ഇതിൽ നാളികേരം വേണമെങ്കിൽ ചെരിക്കിടാം, പിന്നെ പരിപ്പൊക്കെ ഇട്ടിട്ടൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. അങ്ങനെ പല രസത്തിലും നമുക്കിത് വെക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇതാ മുരിങ്ങപ്പൂ തോരൻ റെഡിയായി. നമുക്ക് പയറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, പയർ മെഴുക്ക് പുരട്ട് റെഡി ആയിട്ടാ. ഇന്ന് പിന്നെ നമുക്ക് ഗോതമ്പ് കഞ്ഞി കേട്ടാ. രാവിലെ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കൽ കുറവാട്ടെ. എന്നെ ഷൈഡിനെ സംബന്ധിച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കും. ഞങ്ങൾക്ക് ഗോതമ്പ് കഞ്ഞി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മുടെ ഈ പറമ്പിലത്തെ ഓരോ പച്ചക്കറികളൊക്കെ കിട്ടുമ്പോഴേ അതൊക്കെ കൂട്ടിയൊന്ന് കഴിക്കാനായിട്ട്. കഞ്ഞി കുടിക്കായിരുന്നു. നമ്മുടെ വീട്ടിലത് പയറാകുമ്പോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ, അടിപൊളി തന്നെയാണ്. പിന്നെ ഇത് ഈ മുരിങ്ങപ്പൂവിന്റെ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നമ്മുടെ മുരിങ്ങ നിറച്ച് പൂവിട്ടുണ്ട് കേട്ടോ. കായായിട്ടില്ലേ, കുറെ കൊഴിയണുണ്ട് പൂവ്. ആ മുരിങ്ങപ്പൂ രസാ. പരിപ്പിലൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റാ. നമുക്ക് ഒരു പൈനാപ്പിൾ പൊട്ടിക്കാം. അയ്യോ, വീണ്ടും ചതിച്ചല്ലോ ഒരു ഈശ്വരാ. നല്ല പഴുത്ത് നിൽക്കണത്. അപ്പം ഞാൻ ഇന്ന് പൊട്ടിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നതാ. നമ്മൾ കഴിഞ്ഞ വട്ട വീഡിയോയിൽ ഞാൻ കാട്ടി തന്നില്ലേ, ഇവിടെ അത് 20 രൂപയായി. കൊത്തിയിട്ട് കണ്ടപ്പോൾ നമ്മൾ അവർ കൊക്കി കവറിട്ടതാ. അപ്പോൾ അത് കളർ നോക്ക് പഴുത്ത് വരുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ. നോക്കിയേ വേണ്ട, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കുമ്പോൾ. ഈ കളറ് പോലെ തന്നെ. ഞാൻ അവിടെ കവറിട്ടിട്ടുള്ളത് എന്തായി നോക്കട്ടെ. ഇത് കുഴപ്പമില്ല, ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇപ്പുറത്ത് ഒരാൾ ഉണ്ട്, അതും കൂടി നോക്കി നോക്കട്ടെ. ഇനി അത് വീണിട്ടുണ്ട്. അതും കുഴപ്പമില്ല. ഇത്തിരി പച്ചയാണ്, പക്ഷെ ഇതും പൊട്ടിച്ചെടുക്കാം നമുക്ക്. ഇത് എന്തോ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് പൊട്ടിച്ചെടുക്കാം. കത്തിയെടുക്കട്ടെ. എന്നാലും അത് പോയതാലോചിക്കുമ്പോൾ വിഷമം തോന്നുക.
കവറിട്ട് വരെ നിർത്തിയിട്ട്. അപ്പോൾ ഇതെന്തിട്ടുണ്ടാവും തിന്നണേന്ന് ഒരു പിടുത്തൂല്ല. പക്ഷെ നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പൈനാപ്പിള് ചിലപ്പോൾ പാമ്പ് തിന്നാന്ന്. ഇനിയിപ്പോൾ ഈ തിന്നണേൻ്റെ പിന്നിൽ ഇനി പാമ്പാണാവോ അതും അറിയില്ല. എന്തായാലും ഇപ്പം ഈ 2 കുഴപ്പമില്ല. നോക്കിയാൽ പിന്നെ ചെറുത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പൈനാപ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ ഉണ്ടായി കിട്ടും. നീ കണ്ടോ നിൽക്കണേ, അതേപോലെ അവിടേക്കൊക്കെ ഇടുന്നുണ്ട് കേട്ടാ. ഞാനിത് മുറിച്ചെടുക്കട്ടെ. നോക്കിയേ എന്ത് ഭംഗിയാന്നറിയോ. ഞാൻ മുന്നേ കാട്ടിയാന്ന് നമ്മുടെ കിളി എന്താണെന്നറിയില്ലല്ലോ തിന്നത്. അത് ഇതിലും നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞാൻ അതുകൂടി പൊട്ടിക്കാം. ഇനി നമുക്കിട്ടല്ലോ അമരക്കായ പൊട്ടിക്കണം. നമുക്ക് നന്നായിട്ട് ഉണ്ടാവണം ഒരു അമരക്കായ ആട്ടത്. നന്നായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇത് അടിയിലേക്ക് ഉണ്ടായി കിടക്കണേന്ന് മാത്രം. മുകളിൽ ഇല കാണായാലും ഇങ്ങനെ അടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നോക്കിയാണ്ട ഇങ്ങനെ നിൽക്കണുണ്ടാവും. നല്ല അമരക്കായ നന്നായി ഉണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊട്ടിക്കട്ടെ. നമ്മളുണ്ടല്ലോ ഈ അമരക്കായെന്ന് ഇപ്പം എത്ര പ്രാവശ്യം പൊട്ടിച്ചു എന്നറിയോ. നല്ലൊരു അമരക്കായ, ഇത്രയും വലുതായിട്ടുണ്ടല്ലോ ഈ അമരക്കായ. ഇപ്പം നല്ല നീളമുള്ള അമരക്കായ കേട്ടാ. ഇത് ചള്ളാണ്, ചള്ളാണ് ഇതൊക്കെ. കുരുയൊന്നും മൂത്തിട്ടില്ല. അപ്പം നോക്കിയേ, ഇത്രയും അമരക്കായ നമ്മൾ പൊട്ടിച്ചു കൊടുത്തുട്ടാ. ഞാൻ പറഞ്ഞില്ലേ സൂക്ഷിച്ചു നോക്കി വേണ്ടി. ഇപ്പം ഇത് പൊട്ടിച്ച് കൊണ്ടുവരുമ്പോഴാണ് ഞാൻ ഇപ്പോഴത്തെ 2 കൂടി നിൽക്കണ കണ്ടു. ഇത് നിർത്തി കഴിഞ്ഞ് മൂക്കല്ലോ, അപ്പം അതും പറ്റില്ല. ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ അമരക്കായും പൊട്ടിക്കില്ല. ഇനി നമുക്ക് സാധാരണ എന്നും പൊട്ടിക്കുന്ന ഒരാളുണ്ടല്ലോ, നമ്മുടെ മുളക്. ഇനി അത് പൊട്ടിക്കുമ്പോൾ നമ്മുടെ മുളക് നോക്കിയേ. ഈ നമ്മുടെ അമരക്കായയുടെ കാര്യം പറഞ്ഞ പോലെ കേട്ടാ, മുളകുമ്പോൾ അത് പൊട്ടിച്ചേന് കിടക്കില്ല. ഇപ്പോഴും പൊട്ടിക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ കുറേ ദിവസം പൊട്ടിക്കാനും കിട്ടും. ആ ഒരു അരുവത്തുനിന്ന് പൊട്ടിക്കാം. അപ്പം അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഒതുക്കി വേണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ ഇതാ ഇത്രയും മുളക് ഞാനിതാ പൊട്ടിച്ചു തുടങ്ങിയിട്ട്. ഇപ്പോഴും നോക്കിയാൽ അതിനുള്ളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ വീണ്ടും പൊട്ടിക്കാറാവും. നാളെ അല്ല, 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പൊട്ടിക്കാറാവും. എന്നാലും നല്ലൊരു മുളകാട്ടാ നമ്മുടെ ഈ ഭാസ്കര മുളക്. ധൈര്യമായിട്ട് മേടിച്ച് വയ്ക്കാം. കാരണം പ്രത്യേകിച്ച് കേട് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇവർക്ക് വന്നിട്ടില്ല ഇതുവരെ. അതേപോലെ തന്നെ നന്നായിട്ട് മുളക് ഉണ്ടാവണമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു മുളകായിട്ട് തോന്നി. അപ്പോൾ നോക്കിയേ എത്രയും മുളകായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തേ. പിന്നെ ഇത് നോക്കിയേ നമ്മുടെ മയിൽപ്പീലി ചീര. 1-2 കടകൾ അവിടെ ഇവിടേക്കും കഴിഞ്ഞ വർഷത്തെ വിത്ത് വീണിട്ട് മുളച്ചിട്ടുള്ളൂ കേട്ടോ. അത് കാരണം ഈ വട്ടം നമ്മൾ പുതിയതായിട്ട് മുളച്ച് വന്നവർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുത്തു. കതിര് വന്നിട്ട് ആദ്യം വിത്ത് വീഴട്ടെ എന്ന് വെച്ചു. കണ്ട സുന്ദരി ചീരയിലും കണ്ട ഇതൊക്കെ വിത്തായി തുടങ്ങി. ഇതൊക്കെ നമ്മൾ ഇന്ന് ഈ സുന്ദരി ചീര, അപ്പോൾ വേറെ കുറച്ച് ചുവപ്പ് ചീരയുണ്ട്. അതൊക്കെ ഒരുവിധം അരിഞ്ഞ് കഴിഞ്ഞ് അപ്പോൾ നമ്മളിതൊക്കെ ഇവിടെ നിന്ന് അരിഞ്ഞെടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ പൊട്ടിച്ച പച്ചക്കറികൾ ഉണ്ടല്ലോ ആദ്യം അവിടെ കൊണ്ടുവയ്ക്കട്ടെ. അത് മാത്രമല്ല
ഇത് കൊണ്ടുവന്നേക്കൽ മാത്രമല്ല എനിക്ക് ചെയ്യാനുള്ള പണി എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക കോഴിക്കാട്ടൊക്കെ കൊണ്ട് പണികളാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരും ചെയ്യാം. നമ്മളേ മുളകിൻ്റെ കടക്കിൽ നമ്മൾ പറയാറില്ലേ കോഴിക്കാട്ട നന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിലിപ്പോൾ കണ്ടോ നമ്മുടെ കോഴിക്കൂട് കഴുകുമ്പോൾ വെള്ളം വന്ന് ചാടുക ഇതേപോലെ തെങ്ങിൻ്റെ കടയാണ്. കുറച്ചും ഇങ്ങോട്ട് നീങ്ങിയിട്ടാ കടക്കിലേക്കൊന്നും എത്തിക്കില്ല, തെങ്ങ് പോവും, നാശമായി പോവും. അപ്പോൾ ഒരു കുഴി പോലെ ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. ആ കുഴിയിലേക്ക് ഇങ്ങനെ നമ്മൾ കോഴിക്കൂട് കഴുകുമ്പോൾ കോഴിക്കാട്ടം എല്ലാം കൂടിയിട്ട് എല്ലാ വേസ്റ്റും അതിലത്തെ എല്ലാം കൂടി ഇവിടെ വന്ന് ചാടും. ഇത് നമ്മൾ ഇപ്പോൾ വേനൽക്കാലം ആയ കാരണം എന്താണെങ്കിൽ ആ കാലത്ത് കഴുകുമ്പോൾ വന്ന് ചാടി പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെള്ളം പെട്ടെന്ന് വറ്റും. അപ്പോൾ നമുക്ക് 2 കുഴിയുണ്ട്. നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ ഇതേപോലെ മുളകിൻ്റെ കടക്കിലേക്ക് ഇങ്ങനെ കോഴിക്കാട്ട് അതേപോലെ കോഴി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കുഴിയുള്ളതിൽ ഒരു കുഴി എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ. ഇത് നമ്മൾ നോക്കിയാൽ കോഴി എടുത്തിട്ട് ഇതേപോലെ നമ്മൾ വൃത്തിയാക്കിയിടും. അപ്പോൾ ഇന്നലേക്കായിട്ട് ഈ കുഴിയിൽ നിന്നാണ് നമ്മൾ കോരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഞാൻ കോരാൻ പോണത് നമ്മൾ മുന്നേ കാട്ടി തന്നെ ആ കുഴിയിൽ നിന്നാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ മുളക് നമ്മൾ മുന്നേ വെച്ച മുളക് കേട്ടോ, അത് കാട്ടി തരാം ഞാൻ. അതിൻ്റെ കടക്കിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഇടുന്നത്. കാരണം നമ്മുടെ ഈ കോഴിക്കാട്ടത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വെള്ളത്തിൽ നല്ല കുതിർന്ന് വന്ന് ചാടുന്നതാണ്. കുറച്ച് ആസിഡ് പോറക്കും കുറച്ച് കുറവുണ്ടാവും ചെയ്യും കേട്ടോ. അപ്പം ഇന്നാൾ നമ്മളൊരു 100 തൈ മുളക് വെച്ചത് കാണിച്ചിട്ടായിരുന്നു. ആ മുളക് തൈക്കാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ അന്നത്തെ നമ്മുടെ മുളകും തൈകൾ നോക്കിയേ, ഇപ്പോൾ ഇതാ ഒരു ചെറിയ മുട്ടും ഒക്കെ ആയി പൂവൊക്കെ ആയിട്ട് ചിലയിടത്ത് പൂവൊക്കെ വിരിഞ്ഞ് തുടങ്ങി നല്ല തൈകളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള കോഴിക്കാട്ടത്തിൻ്റെ ഇതാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ആകെപ്പാട് ഇവിടെ ഒരു ബക്കറ്റിൻ്റെ അടുത്തേക്ക് ഇടാനുള്ള സ്ഥലമുള്ളൂ, ബാക്കിയൊക്കെ ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇടൽ കഴിഞ്ഞാൽ അറ്റത്തൊരു കുറച്ച് ഭാഗത്തായിട്ട് ഇവിടെ ഉണ്ടോ. കണ്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള കണ്ട കടത്തോടാതെ സെൻറ്ററിൽ മാത്രമായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നനയ്ക്കുമ്പോഴായാലും ഈ സെൻറ്ററിലാണ് കൂടുതൽ നനയ്ക്കുക. കുറേ മുളകിന് കുറേ നനയൊന്നും വേണ്ട, പക്ഷെ നമ്മൾ കോഴിക്കാട്ടിട്ടാൽ കാരണം ആ സെൻറ്ററിൽ നന്നായി നനച്ചു കൊടുക്കും. ആവശ്യത്തിനുള്ള വളം അവർക്ക് കിട്ടും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാനുള്ളൂ എനിക്ക്. അപ്പോൾ ഇതേപോലെ നമ്മൾ മുളകും എന്താ പറയുക കോഴിക്കാട്ടും ഇതിന് മുകളിൽ കുറച്ച് ചവറൊക്കെ ഇട്ടിട്ട് അതേപോലെ ഇട്ടിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഭാസ്കര മുളകൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഉണ്ടോ ഇതിപ്പോൾ മുളക് ഉണ്ടായി നിൽക്കായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഇടയിലേക്ക് ഇതേപോലെ കോഴിക്കാട്ടോ അല്ലെങ്കിൽ ചാണപ്പൊടിയോ അതേപോലെ ചവറൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും ചെയ്യും. മുളക് ഉണ്ടായിന്ന് വെച്ചിട്ട് ഇതൊന്നും നിർത്തില്ല, അങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ പൂവ് ഇങ്ങനെ കുറേ നാൾ നമുക്ക് മുളക് പൊട്ടിക്കാനും കിട്ടും.
ഇനി നമ്മുടെ അടിച്ചു വരെ ചവറ അവിടെ വാരി വെച്ചിട്ടുണ്ട്, അതും കൂടി കൊണ്ടുവന്ന് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കട്ടെ കേട്ടാ. നിങ്ങൾക്കുള്ളത് തരുന്നിട്ടെന്ന് വേറെ സ്പെഷ്യൽ തരാട്ടാ, വാഴപ്പിണ്ടി കൊണ്ടുണ്ട് കേട്ടാ. നിൽക്കുന്നവർ കൂട്ടല്ലേ. ഇപ്പം തൊട്ടേ ചവറ് ദിവസം നന്നായിട്ടുണ്ടാവും. അപ്പോൾ വാരി ഇങ്ങനെ വയ്ക്കും, ഇടേണ്ട സമയമാകുമ്പോൾ കൊണ്ടുവന്ന് ഇട്ടു നമ്മൾ. നാളെ പൊളിച്ച ചകിരിയിൽ നമ്മൾ ഇട്ടാ അതൊക്കെ കിടന്ന് നല്ല എന്താ പറയുക കമ്പോസ്റ്റായിട്ട് കിട്ടും. ചവറും ചകിരിയും കോഴിക്കാട്ടവും പിന്നെ അത് കഴിയുമ്പോൾ ചാണപ്പൊടിയും. പിന്നെ ഈ മുളക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും നടുമ്പോൾ അവർക്ക് തന്നെ ഏറ്റവും ബെസ്റ്റ് വളമായിട്ട് കിട്ടുക. ഇനി എന്നിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചീരകളൊക്കെ കുറച്ച് കഴിയാറായിട്ടുണ്ടെന്ന്. അവർ അരിഞ്ഞിട്ട് നമ്മൾ ഇവരുടെ ഇടയിലെല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ അതവിടെ കിടന്ന് ആവശ്യത്തിന് തൈകൾ മുളയ്ക്കുകയും ചെയ്യും, ഇവർക്ക് നല്ല വളം കിട്ടും. അപ്പം നമ്മളെ അരിയുന്ന ചീര എന്ന് പറയുന്നത് നമ്മുടെ സുന്ദരി ചീരയും ചുവപ്പ് ചീരയാണ്. എന്താണെന്നറിയില്ല, നമ്മുടെ കോഴികൾക്ക് സുന്ദരി ചീരയും ചുവപ്പ് ചീരയും തിന്നണില്ല, പച്ചച്ചീര മാത്രം അവർ കഴിക്കണുള്ളൂ. എന്താണ് അവിയലോട് ഇഷ്ടമല്ലേ അവർക്ക്. അപ്പോൾ ഇതരിഞ്ഞാൽ അവരുടെ കടക്കിലേക്കിടാം. നമ്മുടെ ഈ സുന്ദരി ചീരയാകുമ്പോൾ നമ്മൾ കുറേ വട്ടം അരിഞ്ഞിട്ട് ഇട്ടാ. ഇപ്പം എന്നിട്ടാണെങ്കിൽ ഞാൻ ഇതേപോലെ താത്തി അരിയാണ്. അയ്യോ എന്ത് ഭംഗിയാ, ഭംഗി വർണ്ണിക്കാൻ പറ്റില്ല കേട്ടാ, അത്ര ഭംഗിയല്ലേ സുന്ദരി ചീരയുടെ തണ്ട്. പ്രത്യേക ഒരു പിങ്ക്. എന്ത് രസം നോക്കിയാണ്ടോ, ഭയങ്കര ഭംഗി. പിന്നെ സുന്ദരി ചീരയുടെ തണ്ടിൻ്റെ കണ്ണം നോക്കിയേ, എന്തൊരു കനാന്ന് നോക്കി. അതേപോലെ നല്ല കൊമ്പും ചീലയൊക്കെ ആയിട്ട് നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുള്ള ചീര കേട്ടാ. പക്ഷെ അത് മാത്രമേ ഇത് നമ്മുടെ അവിടെ ഉണ്ടായതന്നെ, കഴിഞ്ഞ വർഷത്തെ വെച്ച് വന്നിട്ട് ആ തൈകൾ വെച്ചതാ. കഴിഞ്ഞ വർഷം സുന്ദരി ചീര നട്ടിട്ടേ കതിര് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കതിര് വരാത്തേന്ന് വെച്ചിട്ടിരിക്കുമായിരുന്നു. അവസാനം വേഗം കതിര് വന്നിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എത്ര നാൾ പിടിച്ചിട്ടാണ് കതിര് വന്നത്. പക്ഷേ ഈ പ്രാവശ്യം വേഗം കതിര് വന്നു കിട്ടാ. അപ്പം ഇത് നമ്മുടെ മുളകിൻ്റെ കടക്കിലിനായിട്ട് കൊണ്ടുവരണേ. ഇത് ഇങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിലേ നമ്മുടെ മുളകിൻ്റെ എന്താ പറയുക ചില്ലമ്മ ഉണ്ടാലേ അപ്പം തന്നെ തൊടിയും. അതാണ് നമ്മൾ മുഴുവനായിട്ട് ഇടാണ്ട് ഇങ്ങനെ ഇടണേ കേട്ടാ. പച്ചച്ചീരയാണെങ്കിൽ എന്ത് രസമായിട്ടാണെന്നല്ലോ നമ്മുടെ കോഴികൾ കഴിക്കുക. എന്താണാവോ ഇവർക്ക് ഈ ചീരയോട് കഴിക്കുക എത്ര ഇഷ്ടക്കുറവാണെന്ന് അറിയുന്നില്ല. അതൊന്നും നമ്മൾ കറി വെച്ച് കഴിക്കുമ്പോഴാണെങ്കിലോ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മുടെ ഈ ചുവപ്പ് ചീര ആയാലും നമ്മുടെ വീട്ടിൽ തന്നെ മുളച്ചുണ്ടായതാട്ടാ. ഇത് പരിഞ്ഞെടുക്കയിൽ അപ്പുറത്ത് നമുക്ക് ചുവപ്പ് ചീര നിൽക്കുന്നുണ്ട് കേട്ടോ, സുന്ദരി ചീരയൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടാ, കറി വയ്ക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കളയുന്നത്. ഇപ്പോൾ ചുവപ്പ് ചീരയുടെ എല്ലാം കണ്ട നമ്മൾ അരിഞ്ഞെടുത്തിട്ട് എത്ര വട്ടം അരിഞ്ഞെടുത്തിട്ടാന്ന് പറയും ഇങ്ങനെ കൊമ്പും ജില്ലയായിട്ട് വരണേ. ഇതും നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ചെറുതാക്കി ഇട്ട് കൊടുക്കട്ടെ കടക്കിലേ.
അങ്ങനെ നമ്മുടെ ഈ പറമ്പിലത്തെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എനിക്ക് തട്ടിവയിൽ തെങ്ങിൻ്റെ കടക്കിൽ നമ്മൾ പരത്തിയിട്ടുണ്ടായിരുന്നു നട്ടിട്ട്. അപ്പോൾ അത് മഴക്കാലമൊക്കെ വന്നപ്പോൾ അത് അട്ടറൊക്കെ വീണിട്ട് ഒരു ഇതായിട്ടുണ്ട്. ഞാൻ കാട്ടിത്തരാം. അങ്ങനത്തെ ഒരു ചെറിയൊരു പണി കൂടി ഉണ്ട് എനിക്ക്. അപ്പോൾ നമ്മുടെ ഈ തെങ്ങിൻ്റെ കടക്കിൽ തട്ടിവയിലാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെങ്കിൽ മഴക്കാലമൊക്കെ വരുമ്പോൾ അട്ടർ വീഴുമ്പോൾ ആ ഭാഗത്തെ തട്ടിവയിൽ മുഴുവൻ നാശമായി പോവും. അപ്പോൾ കുറച്ച് നാളൊക്കെ നോക്കി നനച്ച് കൊടുത്തോ നോക്കി എനിക്കറിയാം പടരാറില്ല സാധാരണ. എന്നാലും ഞാൻ വെറുതെ ഒന്ന് സമയക്കുറവുള്ള കാരണം നനച്ച് കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പടരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് വലിച്ചിങ്ങോട്ട് നീക്കും. എന്നിട്ട് ഒന്ന് മണ്ണ് കൊത്തിയിളക്കിയിട്ട് ഇത് ഇട്ട് കൊടുക്കും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ അവിടുത്തെ പറമ്പിലേക്ക് പോകണം. കാരണം ഉള്ളിയുടെ തടത്തിലത്തെ കുറച്ച് പുല്ലും വലിക്കണം. അത് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ കുറച്ച് പടർന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ തട്ടിവയിൽ. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെയും ഇവിടത്തേക്ക് വേസ്റ്റുകൾ കൊണ്ടിടുമ്പോഴേ അതിൻ്റെ കൂട്ടത്തിൽ പെട്ടിട്ടാണ്. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ തന്നെയായിട്ട് ചെയ്യാറ്. ഇപ്പം നമ്മൾ ചട്ടിയിലത്തേക്ക് തട്ടിവയിൽ മാറ്റുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇടും. അപ്പോൾ അവർ തന്നെ അവിടെ പടരും. നമ്മുടെ ആവശ്യത്തിന് അതിനനുസരിച്ച് അതിൽ നിന്ന് എടുത്തിട്ട് വയ്ക്കാറ് പതിവ്. അപ്പോൾ അതേപോലെ തന്നെ ആ പറമ്പിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലുള്ളത് പറിച്ച് നീക്കട്ടെ. അപ്പോൾ ഞാനൊന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് പൈപ്പിട്ട് പോയത്. അപ്പോൾ വെള്ളം കൂടിപ്പോയി. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഞാൻ സുഖമായിട്ട് വലിക്കുമ്പോൾ കിട്ടേ ഉണ്ടോ. എന്നോടെ കണ്ടിട്ടുള്ള കുട്ടിപ്പട്ടാളങ്ങളെ കരച്ചിലായിട്ട് കേൾക്കണേ. ഒരു ഇതൊക്കെ ഞാൻ വലിച്ചെടുത്തു. ഇനി നന്നായിട്ടൊന്ന് കൊത്തിളക്കട്ടെ. അല്ല ആദ്യം നമ്മൾ എന്തെങ്കിലും പണിയുമ്പോഴേ നമ്മുടെ പിന്നാലെ ഏറ്റവും കൂടുതൽ നടന്നിരുന്ന ആൾ നമ്മുടെ അല്ലുമായിരുന്നു. നമ്മുടെ പഴയ വീഡിയോ കണ്ടറിയാം. പേളിക്കുട്ടിക്ക് വന്നപ്പോഴാണ് അല്ലു നമ്മുടെ പിന്നാലെ നടക്കൽ കുറഞ്ഞത്. കാരണം അവൾക്ക് ഇഷ്ടമല്ല പേളീനെ. അപ്പോൾ നമ്മുടെ പിന്നാലെ അവൾ നടക്കാല്ലേ. പേളീനും കൊണ്ട് പൊക്കോ, ഞാനില്ല എന്നുള്ള പോലെ നിൽക്കുക. ഇപ്പോൾ പിന്നെയും പേളിയൊക്കെ ആയിട്ട് ഇത്തിരി അടുപ്പായി തുടങ്ങി. ഇപ്പോൾ ഇതേ അല്ലു ഇവിടെ പേളിക്കുട്ടി അവിടെ ഉണ്ടായിരുന്നല്ലോ. നീങ്ങി പോയി അവള്. അതേ നമ്മുടെ ഈ കുഞ്ഞു കൈക്കോട്ടുണ്ട് കളിക്കുമ്പോഴേ കുറേ നേരം വേണ്ടി വരും. ഞാൻ വലിയ കൈക്കോട്ട് എടുക്കട്ടെ. നമ്മൾ സുഖാണേ. ഒരുവിധം ഞാൻ കൊത്തി ഇളക്കിയിട്ടാ. ഇതിലെന്നെ കൊത്തി ഇളക്കിയല്ലേ ചവിട്ടാൻ പറ്റില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആക്കിയിടുക. ഭയങ്കര സിമ്പിളായിട്ടൊരു പണിയാട്ടാ ഈ തട്ടിവയിലാക്കലേ. നമ്മൾ മണ്ണ് കൊത്തി ഇളക്കി ഇട്ടു. ഇനി നമ്മൾ ഈ എടുത്തതൊക്കെ ഇല്ലേ അതൊക്കെ വെറുതെ ഇങ്ങനെ ഇടിഞ്ഞേ. ഒരാഴ്ച കഴിയുമ്പോൾ നോക്കിക്കോളട്ടെ ഞാൻ കാട്ടിത്തരണ്ടേ. ഇതൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ പരന്നോണം കിടക്കണ്ടോ. ഉണ്ടോ. പിന്നെ ഒരു കഷ്ണത്തിനും കൂടി ഉണ്ട്. അപ്പം നമുക്ക് അപ്പുറത്തെ പറമ്പിലേക്ക് പോവാം. പോയോട് കൂടി നമ്മുടെ ഉള്ളിലെ കടക്കിലത്തെ പുല്ലും വലിക്കാം. ഒപ്പം ഇതും കൊണ്ടുവരാം. കുറച്ച് കവുങ്ങും പട്ട വീണ്ടെടുക്കണ്ടായിരുന്നേ. അപ്പം അതും കൂടി എടുക്കാമെന്ന് വെച്ചും കൂടി. നമ്മുടെ ഈ ഉള്ളിൻ തടത്തിലത്തെ പുല്ലാണ് നമുക്ക് വലിക്കാനുള്ളത്. പുല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്കൊന്ന് കൈകൊണ്ട് പിടിച്ചാൽ കിട്ടാറായാലേ വലിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പോഴേക്കും എന്തൊരു വേഗം എന്ന് പറയുക വലുതാവുക. അതും ഇങ്ങനത്തെ ഒരു നോക്കിയാൽ ഇതേപോലത്തെ ഒരു പടരുന്ന ഒരു സംഭവം കണ്ടോ. ഈ ഒരു ചെടി പെട്ടെന്ന് പടരും. നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയും കടയ്ക്കാണ് ആ എന്താ പറയുക ഉള്ളിയുടെ വളർച്ച കുറയും ഇവർ ചുറ്റി പിടിച്ചിട്ട്. അത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം.
എൻ്റെ അമ്പ്രസൂട്ടനും ടൈസും കൂട്ടനും ഒക്കെ എൻ്റെ കൂടെ പുല്ല് വലിക്കാൻ വേണ്ടി വരും. പക്ഷെ അവർക്ക് വലിക്കാൻ പറ്റുന്ന വെച്ചാൽ അവർ വലിച്ചു തന്നെ കേട്ടോ. എനിക്ക് പറ്റാത്ത കാരണം അവർ എൻ്റെ കൂടെ ഇങ്ങനെ വന്നിരിക്കും അല്ലേ അമ്പ്രൂസേ? നമ്മുടെ കയ്യെ പതുക്കെ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കടത്തിയിട്ട് വേണം വലിക്കാൻ. അത് നമ്മളിങ്ങനെ ഒറ്റ വരിയായിട്ട് വെച്ച് കൊടുക്കണ കാരണമായിട്ടാണ് നമുക്ക് ഇങ്ങനെ പുല്ല് വലിക്കാൻ പറ്റണേ കേട്ടോ. ഒരു വിധം ഞാൻ കണ്ടോ പുല്ലില്ലാണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നോക്കി നോക്കോട്ടോ 2-3 ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് ഇതേപോലെ തന്നെ പുല്ല് വലിക്കേണ്ടു. പിന്നെ അതൊരു രസം. ആദ്യം നമ്മൾ മണ്ണ് കൊത്തിളക്കി വൃത്തിയാക്കി വെള്ളമൊക്കെ നട്ട് കഴിഞ്ഞ് വിളവെടുക്കണ വരെ ഈ പുല്ല് പുല്ലൊക്കെ വലിച്ച് വിളവെടുത്ത് കഴിയുമ്പോൾ വേറൊരു സുഖം. പിന്നെ ഞാൻ ഒരു കമൻറ്റ് ഇട്ടാ, ഞാനിപ്പോൾ ഇങ്ങനെ പുല്ല് വലിച്ചല്ലോ, അപ്പോൾ ഈ തടത്തിൻ്റെ അരിവശത്തായിട്ട് ഇങ്ങനെ പുല്ല് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനത് എൻ്റെ കുഞ്ഞ് കൈക്കോട്ട് കൊണ്ടിട്ടാ ഒരു വീഡിയോയിൽ ഇങ്ങനെ ചെത്തി ഇരുന്നത് കാണിക്കുക. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നു, ഷാൻ ചേട്ടൻ മണ്ണ് കയറ്റിയിടും, സ്മിതേച്ചി മണ്ണ് ചെത്തി അടിക്കിടുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തേ, ഞാൻ അങ്ങനത്തെ കമൻറ്റൊക്കെ വരുമ്പോൾ കുറേ ചിരിക്കും. കാരണം നമ്മളത് പറയുന്നത് ശരിയാണ്, ഷേട്ടൻ മണ്ണ് കോരിയിടുക, ഞാനാണെങ്കിൽ പുല്ലിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടാണല്ലോ അതിങ്ങനെ ചെത്തിയിടുമ്പോൾ കുറച്ച് മണ്ണും പോവേ. ഇപ്പോഴും കൂടി ഓർക്കുമ്പോൾ എനിക്ക് ചേരി വരിക കമൻറ്റുകൾ. നമ്മുടെ തെങ്ങിൻ്റെ കടക്കിലേക്കുള്ള ടർട്ടിവയിലേ ഇവിടെ കുറച്ച് പടർന്ന് നിൽക്കണമെന്ന് പറഞ്ഞല്ലേ, അത് കുറച്ച് കൊണ്ടുപോകാം നമുക്ക്. ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് എന്താ പറയുക അവിടെ നിന്ന് ചവറും ഒക്കെ കൊണ്ടുവന്നിടുമ്പോഴേ അങ്ങനെ മുളച്ചിട്ടുള്ളത്. ഇവിടെ അങ്ങനെ പടർന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പടരട്ടെ, നമുക്ക് ആവശ്യം വരുമല്ലോ, കളയാനും തോന്നിയില്ല. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഇവിടെ കുറേയൊക്കെ എടുക്കണില്ലേ, ഇതൊക്കെ പടരും. അപ്പോൾ നമ്മൾ കളയണില്ല. തക്കാളി ഈ കട നിൽക്കണ വരെ ഇവരിവിടെ നിർത്തും. അപ്പോൾ നമുക്ക് ഹാങ്ങൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇവിടെ നിന്ന് കൊണ്ട് പറിച്ചിട്ടാൽ മതി. എത്തി വരുന്നുണ്ട് പട്ടാളം. ഇഷ്ടം പോലെ ഇതേപോലെ ഇട്ടു. ഇനി നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കും. നോക്കിയോളട്ടെ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ കൃത്യം ഒരാഴ്ച കഴിയുമ്പോൾ നോക്കിയോളോ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മുടെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കുത്തി കൊടുക്കട്ടെ ഇതിൻ്റെ തല ഒടിച്ചിട്ടേ. അങ്ങനെ നമ്മുടെ ചെടി നടൽ കഴിഞ്ഞു. ഇനി എന്നിട്ടെന്നറിയോ ഒരു കാര്യം ഞാൻ മറന്നു, ഇപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര മറവിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ പുല്ല് വലിക്കാൻ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ആ കോഴികൾക്കുള്ള വാഴപ്പിണ്ടി കൂടി വെട്ടി വരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് മറന്നുപോയി. ഇനിയിപ്പോൾ ഏതായാലും അതും കൂടി വെട്ടിയിട്ട് വരാം.
വാഴപ്പിണ്ടി നമ്മുടേക്കാൾ ഇഷ്ടമാണ് നമ്മുടെ കോഴികൾക്ക്. പിന്നെ വേനൽക്കാലല്ലേ, ഇവർക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ കേടെന്ന് പറയുന്ന സംഭവമേ നമുക്ക് കോഴികൾക്ക് കേടേ വരാറില്ല കേട്ടാ. പ്രതിരോധ കുത്തിവയ്പ്പ് വരെ നമ്മൾ എടുക്കും, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കേടേ വരാറില്ല. ഇങ്ങനെയുള്ളത് കൊടുക്കണ കാരണമായിരിക്കും തോന്നുന്നു. ഈ നമ്മൾക്ക് ചെത്തികളുണ്ടല്ലേ, ഇതൊക്കെ ചെറുതാക്കി വെട്ടി നുറുക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ വരെ അവർ തിന്നും. നമ്മൾ പിണ്ടിയുള്ള കാരണമാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത് കേട്ടാ. ഈ മുകളിലത്തെ ഈ പോള മാത്രം കളഞ്ഞിട്ട് ഒറ്റ പോള കളയും. പിന്നെ ഞാൻ ഈ സൈഡിൽ ഇതേപോലെ ഒന്ന് ചെത്തിയിട്ട് വെച്ച് കൊടുക്കുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊത്തി കൊത്തി ഒരു കഴിച്ചോളൂ. വെട്ടുകത്തി പിന്നെ ഈ പറമ്പിലത്തെ അത് ഇവിടെ തന്നെ വെച്ച് പോട്ടെ. എന്താ പറയുക, നമ്മൾ വെട്ടുകത്തി കൊണ്ടുപോയാലേ ചിലപ്പോൾ ഇപ്പോൾ എല്ലാ ആവശ്യത്തിനും ഇങ്ങോട്ട് വരുമ്പോൾ വെട്ടുകത്തി എടുക്കാണ്ട് വരും. അപ്പോൾ ഒരു വെട്ടുകത്തി കത്തിരിക്കൊക്കെ ഈ പറമ്പിൽ സ്ഥിരമായിട്ട് വെക്കും. വാ ടൈസ, വാ നടക്ക് പെളികുട്ടി, പോവാ. ഡൈസ വാ. അംബ്രൂസ് വായി, എല്ലാവരും വായോ. ഞാൻ ഈ വഴിക്കാട്ടെ പോണത്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വെയിലത്തേക്ക് ഇറങ്ങാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. നോക്കിയേ, ബസ്സിക്കൂട്ടം മാത്രം എൻ്റെ കൂടെ വന്നിട്ടുള്ള, ബാക്കി എല്ലാവരും അവിടെ കിടന്ന് നോക്കുക. ഞങ്ങളൊന്നും ഇല്ലേ വെയിൽ കൊള്ളാനെന്ന്. ഇതാ ഒത്തിയക്കോട്ടെ. ആ കല്യാണിക്കുട്ടി വന്നാ, ബോൾട്ട് മോനും വന്നാ. വായ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. വാടാ കല്യാണിയേ, വയ്യോ. റൊണാൾഡോ മോനെ വെയിൽ കൊള്ളാൻ വയ്യ അല്ലേ? ഇനി എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളുടെ അടുത്തിട്ട് കുറച്ച് നേരം മടിയിലിരിക്കാനുള്ള ഗുസ്തിയാണ് കേട്ടോ. വയ്യോ, ആരൊക്കെ ഇരിക്കട്ടെ മടിയില്ലേ? ഞാൻ മേലെ എടുത്തിരിക്കട്ടെ. അതിന് എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണം, നല്ല ഉറക്കമായിരുന്നു അവർ. ആ സമയത്താണ് എൻ്റെ വാഴപ്പള്ളി കൊണ്ടുവരില്ലേ. അപ്പോൾ കുറേ പേര് വെയിലേക്ക് ഇറങ്ങണ വേണ്ടയോ എന്നുള്ള ചിന്ത. ഇപ്പം ഞാൻ അവിടെ വന്നിരുന്നു. അപ്പോൾ ഈ ചുറ്റും കൂടി നിൽക്കണത് കേട്ടോ. അതിൽ കല്യാണം കൂട്ടി അപ്പോൾ അതൊക്കെ വേഗം മടിയിലേക്ക് ഇരിക്കാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ വന്നിരിക്കണേ. അമ്മയുടെ ചുണ്ടിരി അല്ലേ, അമ്മയുടെ ചുണ്ടിരി മോളാണിട്ട്. ആ അയ്യോ കെടുക്കാനായിട്ട് കുട്ടിക്ക് തല ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഓക്കെ, ഇതാണ് എൻ്റെ മോള്. പിന്നെ ഇതാ റൊണാൾഡോ മോനൊക്കെ ഇപ്പോഴേയും റൊണാൾഡോ മോനും കണ്ട പ്ലാറ്റിനി മോനും മർഡോണ മോനും ഇവരൊക്കെ ഇപ്പോൾ വലുതായ കാരണം കല്യാണം കൂടി കുഞ്ഞിതല്ല. അവൾക്ക് പിന്നെ എൻ്റെ മടിയിൽ കിടക്കാനും ഈ ചവിട്ടൊക്കെ ഒതുങ്ങും. ബാക്കി ആർക്കും അങ്ങനെ ഒതുങ്ങില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ കിടക്കുള്ളൂ കേട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. റൊണാൾഡോ മോനാണ് എൻ്റെ അടുത്തിരിക്കാൻ ഏറ്റവും ഇഷ്ടം കാണിക്കുക. അമ്മയുടെ പൊന്നിന് അമ്മയുടെ അടുത്ത് ഇച്ചിരിക്കണോ, കല്യാണിക്കുട്ടി അടുത്ത് വന്നിരുന്നിട്ട് പൊന്നിന് ഇരിക്കാൻ പറ്റണില്ലോ. ഓ ഷോരില്ല കേട്ടാ. ഇവിടെ പൊന്നിനെല്ലാം മനസ്സിലാവണതല്ല അമ്മ പറയുമ്പോൾ ട്ടാ. നമുക്ക് ബൈ പറയാ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടാ. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം. കണ്ടവന് പറയുമ്പോൾ എല്ലാം മനസ്സിലാവും. കണ്ടവൻ നീങ്ങി പോയി കിടന്നു. കാരണം അവന് ഇത്തിരി ശരീരം കൂടുതലാണ്, അവനക്ക് എടുക്കാൻ പറ്റൂല. ഇവിടെ കല്യാണി കുട്ടിയുടെ കിടപ്പ് വേണ്ട.